നമസ്കാരം. നമസ്കാരം. എന്തായാലും ഒരു വിശ്രമകാലം എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? അല്ല, വിശ്രമം എന്നുള്ളതല്ല. ഗവർണർ എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ 5 കൊല്ലം കൊടുക്കും. ആസ് പ്ലേസ് ബൈ ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്. എനിക്ക് 6 കൊല്ലം 2 കൊല്ലം അവിടെയും 4 കൊല്ലം ഇവിടെയും പ്രവർത്തിക്കാൻ സാധിച്ചു. അതിലെനിക്ക് സംതൃപ്തിയേ ഉള്ളൂ. കാരണം ഒരു ഗവർണർ എന്ന നിലയിൽ ജനങ്ങളുടെ ഗവർണറെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഗോവയിലെ എല്ലാ വില്ലേജുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. പീപ്പിളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. വനങ്ങളെല്ലാം മരങ്ങൾ കണ്ട് പുസ്തകം എഴുതാൻ സാധിച്ചു. അതുപോലെ ദ്വീപ് യാത്ര നടത്തിയിട്ടുണ്ട്. 100-ലധികം പുസ്തകങ്ങൾ അല്ലേ? 100 അല്ല, 270 പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. 117 പുസ്തകങ്ങൾ ഞാൻ ഗവർണറാകുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളൊരു സൂചനയാണോ ഇങ്ങനെയുള്ളൊരു? അല്ല, അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ മേഖലയിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു, പൊതുപ്രവർത്തനങ്ങൾ മറ്റ് പലതും ഉണ്ടായിരുന്നു. വിജിൽ എന്ന സംഘടനയൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും എഴുത്തുകാർക്ക് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഭാഷകൻ എന്നുള്ള നിലയിലും സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ഉയർന്ന പദവി കേരള ഹൈക്കോടതിയിൽ, അത് അസിസ്റ്റൻറ്റ് സോളിസിറ്റർ എന്നിപ്പോൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിനോടെല്ലാം നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗവർണർ പദവിയിലും ജനങ്ങളുമായിട്ട് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായിരിക്കുമ്പം രാജ്ഭവൻ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട ശേഷം ഗോവ രാജ്ഭവൻ എന്ന് പറഞ്ഞത് ഇന്നൊരു ലോക് ഭവൻ, ജനങ്ങളുടെ ഭവനമാക്കി മാറ്റിയിരിക്കുന്നു. വിസ്മയകരമാണ് ഈ മാറ്റം എന്നൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. രാജ്ഭവൻ അത്രത്തോളം ജനകീയമാണ്. നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വരുന്ന വിവാദങ്ങൾ, യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ ഈ ചാൻസലർമാരുടെ ഒരു കൈകടത്തലുണ്ടാകുന്നു, സർക്കാരുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കൊന്നും താങ്കളുടെ പേര് എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ 2 സംസ്ഥാനം കേരളത്തെ നിങ്ങൾ ഒരിക്കലും ഉദാഹരണമായിട്ട് എടുക്കരുത്. വിവാദങ്ങളും അപവാദങ്ങളും അരങ്ങ് തകർക്കുന്ന ഒരു സംസ്ഥാനമാണ്. പോസിറ്റീവിസം എന്ന് പറയുന്ന ഒന്ന് ഇവിടെ ആർക്കും വേണ്ട. നെഗറ്റീവാണ്. എ പാർട്ടി പറയും ബി പാർട്ടിയാണ് നല്ലൊരു കാര്യം ചെയ്ത് അംഗീകരിക്കും. ഈ ദുരന്തം ഈ കേരളത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് അബ്ദുൽ കലാം 10 കൊല്ലക്കാലം കേരളത്തിൽ ജീവിച്ചയാളാണ്. ആ ജീവിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഷ്ട്രപതിയായ ശേഷം നിയമസഭയിലേക്ക് എത്തി. കേരളത്തിൽ അഭിസംബോധന ചെയ്തു. ആദ്യത്തെ പറഞ്ഞെന്താ? രാഷ്ട്രീയ അതിപ്രസരം വികസനത്തിന് തടസ്സമാകുന്ന സംസ്ഥാനമാണെന്നാണ് പറഞ്ഞിട്ട്. അല്ല, തമിഴ്നാട്ടിലും സമാനമായ വിഷയങ്ങളുണ്ടായി. അതെല്ലാം ഉണ്ടായിട്ടുള്ള ഗവർണർമാരുടെ ഒരു കൈകടത്തൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നു. ഒരു ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നു. കൈകടത്തുന്നെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്തിലാണ് തർക്കം ഉണ്ടായിട്ടുള്ളത്? യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ടത്. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ, ആ ചാൻസലർ പദവി ഒരിക്കലും ഗവർണറിൽ നിന്ന് വിഭിന്നമാണ്. ചാൻസലർ പദവിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ചാൻസലർ പദവിയിൽ യൂണിവേഴ്സിറ്റികൾ ഓട്ടോണമസാണ്. ആ ഓട്ടോണമസിൽ സർക്കാരിന് എങ്ങനെ കൈകടത്താൻ സാധിക്കുക? അപ്പോൾ സർക്കാരാണ് എല്ലാ നിയമനങ്ങളും നടത്തുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നതും. ആ സ്ഥിതിവിശേഷത്തിനെതിരായിട്ട് ഗവർണർമാർ ഏതെങ്കിലും സംസ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഭരണഘടനയല്ല, ഭരണഘടനയുടെ പേര് പറഞ്ഞ് അത് പറയുന്ന ആളുകളുടെ കാഴ്ചപ്പാട് കേരളക്കരയിൽ അങ്ങനെയാണ് ആളുകൾ. ഈ ഉത്തരവുകൾ പിടിച്ചു വെക്കുന്നത്, അതായത് നമ്മുടെ പുതിയതായി ഉത്തരവുകൾ, ബില്ലുകൾ വരുന്നു, പുതിയ ബില്ല് പാസ്സാക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ വരുന്നു. താങ്കൾ ഈ 2 തവണ 2 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരിക്കുന്നു. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ളൊരു അതിനെങ്ങനെയാണ് കാണുന്നത്? അവിടെയൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും താങ്കളുടെ പേരിൽ എൻ്റെ അടുത്ത് വന്ന എല്ലാ ബില്ലുകളും അതാ ദിവസം തന്നെ ഞാൻ തീർക്കപേക്ഷിച്ചിട്ടുണ്ട്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതോ നിയമപരമല്ലെന്ന് തോന്നിയതാണെങ്കിൽ അവിടെ ഉള്ള ആളുകൾ, മുഖ്യമന്ത്രിയും മറ്റും ഒരു ചായ കുടിക്കാനൊക്കെ വിളിച്ചവിടെ സംസാരിച്ച് ഇത് ബോധ്യപ്പെടുത്തും. അപ്പോൾ ആ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുക്കായ നടപടികളെടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് മനസ്സിലാക്കണം, ചരിത്രം പഠിക്കുന്നില്ല ആരും എന്നുള്ളതാണ് വസ്തുത. ഞാനീ ജയിൽ സിംഗ് രാഷ്ട്രപതിയായിരുന്ന അവസരത്തിലല്ലേ പോസ്റ്റ് ഓഫീസ് ബില്ല് പാസ്സാക്കിയത്? രാജീവ് ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് ഒരു വാക്ക് തന്നെയുണ്ട്, പോക്കറ്റ് ബ്ലോക്കിംഗ്. പോക്കറ്റിൽ കൊണ്ടു നടന്നിട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് പ്രഗത്ഭരായ അഭിഭാഷകർ പോലും അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബില്ലുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ പെട്ടെന്ന് തന്നെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലെല്ലാം പാസ്സാക്കി കൊടുക്കണമെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്?
അങ്ങനൊരു വ്യവസ്ഥ വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഇരുന്ന പിന്നെ മിസോറാം തന്നെ ഒരു പരസ്യ യുദ്ധത്തിലേക്ക് പോകേണ്ടതാണോ രാജ്ഭവനും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയും അല്ലെങ്കിൽ ഈ നിയമസഭാ സാമാജികരും ഒക്കെ ഒരു പരസ്യമായ യുദ്ധത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്തൊരു കാര്യമല്ലേ? താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? പരസ്യമായ യുദ്ധം നടന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ അതിലേക്ക് തന്നെ പറയുന്നത്. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പൊതുപ്രവർത്തകരിൽ ഒരാളാണ്, ഗവർണർമാരിൽ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 4-ാം തീയതി അദ്ദേഹം തൃശ്ശൂരിൽ എൻ്റെ പരിപാടിക്ക് വേണ്ടി വരുന്നുണ്ട്, പുസ്തകത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരാളുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ BJP രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മാറി കുറേ ആളുകൾ, അതായത് BJPയുടെ ഭാഗമായ പല ആളുകളും അവർക്ക് അർഹിച്ച പരിഗണന ലഭിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം BJPക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ കാണുന്നതിന്? അങ്ങനെ ഒരു ആക്ഷേപം BJPക്കകത്ത് ഒരാൾ ഉന്നയിച്ചതായിട്ട് ആരുടെയും പേര് പറയാൻ സാധിക്കില്ല. മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ്. എനിക്കറിയാം, ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അനുഭവങ്ങൾ അറിയാം. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് പത്രപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റായ വിവരം നൽകുകയോ അല്ലെങ്കിൽ ഭാവനയിൽ നിന്ന് കൊള്ളുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് വാർത്ത ഉണ്ടാക്കും. ശ്രീധരൻപിള്ളയെ അതിനിശ്ചിതമായി വിമർശിച്ചു. ശ്രീധരൻപിള്ള വേർത്തുപോയി എന്ന് എഴുതിയ പത്രങ്ങളുണ്ട്. എഴുതിയ പത്രപ്രവർത്തകൻ ഇന്നില്ല, പഴയ മാതൃഭൂമിയിലെ ശങ്കരനാരായണൻ. ഞാൻ ശങ്കരനാരായണൻ അങ്ങനെ ഒരാൾ എനിക്കായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ അതിന് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും താങ്കൾ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ BJPയുടെ ഒരു ഭാഗമാണ്, ഇപ്പോഴും ഭാഗമാണ്. എങ്കിൽ പോലും താങ്കൾക്ക് ആ ഒരു പരിഗണന പുതിയ കാലത്ത് ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്ത് പരിഗണന? എനിക്ക് കേരളത്തിലെ സംഘടനയിൽ ഒരു വേണ്ട രീതിയിൽ ഇപ്പോൾ താങ്കളുടെ 2 ടൈമിൽ ഗവർണർ ആയിരിക്കുന്നു, തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരുന്നു. ആ ഒരു അർഹിച്ച പദവി ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ അത്തരത്തിൽ? ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചാനലാണ്, എന്നോട് ഉള്ളിൽ യാതൊരു താല്പര്യക്കുറവും കാട്ടരുത്. പഠിക്കാത്തവരെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ മാധ്യമ ലോകം. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പം ഇതെടുത്ത് കൊടുത്ത് വാർത്തയുടെ ഉറവിടം തേടി പോകണ്ടേ? ഞാൻ എന്നും ബഹുമാനിച്ചിട്ട് കൃഷ്ണവാര്യരായാലും ശരി, പിന്നെ ചുമ്മാറായാലും പാമ്പൻ മാധവനായാലും പെരുന്നാക്കയന്നാരായാലും അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിൽ ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ആ ന്യൂസിൻ്റെ ഉറവിടം തേടി പോയിട്ട് തന്നിരുന്ന ഒരു കാലഘട്ടം എൻസൈക്ലോപ്പീഡിയകളായിരുന്നു. ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഇനി തുടരാൻ തന്നെയാണോ? ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നിട്ടില്ല. അവിടെയും ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ വസ്തുതകൾ ആരും പഠിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. അല്ലല്ല എഴുത്തിൻ്റെ മേഖലയല്ല. യു സ്റ്റഡി അബൌട്ട് ഓൾ ദീസ് തിങ്സ്. 7 ദിവസം ഉള്ളതിൽ 6 ദിവസവും ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഒരു ദിവസം ഹൈക്കോടതിയിൽ എൻ്റെ ഓഫീസിൽ പോവും. അന്ന് വക്കീൽപ്പണി മാത്രം നോക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പുലർന്നതാണ്. ഞാൻ പാർട്ടിയിൽ നിന്ന് എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഒരു പൈസ പോലും, അന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, 2017 അത് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കുണ്ടായിട്ടുള്ള അതിൻ്റെ പ്ലസ് പോയിൻറ്റുകളൊന്നും ആരും, അപ്പോൾ മാതൃകകളെ തേടിപ്പോകുമ്പം ഈ അധികാരത്തിന് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാർട്ടിയിലെ ഏതെങ്കിലും ലീഡേഴ്സിനോടോ പാർട്ടിയോടോ അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളോടോ എനിക്കൊരു ചുമതല തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഗവർണർ സ്ഥാനം പോലും ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടു എന്നൊരാൾക്ക് പറയാൻ സാധിക്കില്ല. പാർട്ടി പറയുന്ന ചുമതലകൾ ഇനി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ല, അത് പറയാൻ സാധിക്കില്ല. കാരണം രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ഞാൻ അടിയന്തരാവസ്ഥയിലെ ചുമതല വഹിച്ച ഒരു വിദ്യാർത്ഥി പ്രവർത്തനമായിരുന്നു. ഞാനും AK ബാലനും ഒന്നിച്ച് അന്ന് ഇലക്ഷൻ നടന്ന ഒരേ ഒരു കോളേജ് ഉണ്ടായിരുന്നുള്ളൂ, കോഴിക്കോട് ലോ കോളേജ്. ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചിട്ടാണ് ഞാൻ മാഗസിനിട്ടായി, AK ബാലൻ യൂണിവേഴ്സിറ്റിയും കൗൺസിലറായി. അത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം പോകേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന യശപ്രാർത്ഥികളുടെ പട്ടികയിൽ ഒരിക്കലും ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ദൈവം തന്ന 3 വഴികളിലും എൻ്റേതായ സംഭാവനകൾ സമൂഹത്തിന് വേണ്ടി നൽകുന്നതിൽ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ മാത്രമല്ല. 1 അഭിഭാഷക വൃത്തി, 2 എഴുത്ത്, 3 രാഷ്ട്രീയം, ഇങ്ങനെ തന്നെയാണ് പോവുക. അല്ല, ഇത് 3നും എന്നോട് ഒരേ സമയം നീതി പുലർത്താൻ സാധിച്ച ഒരാളാണ് ഞാൻ. ഇനിയും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള, ഇപ്പം ഞാൻ BJP പ്രസിഡൻ്റായിരുന്നു, ഗവർണറായിരുന്നു. ഞാൻ ആ സമയത്ത് എഴുതാൻ ശ്രമിക്കാറില്ല. രാവിലെ 4 മണിക്ക് എല്ലാ ദിവസവും 50 കൊല്ലമായി എഴുതും, വായിക്കും. ഒരു 7 മണി വരെ അങ്ങനെ തൂക്കും മിക്കവാറും ദിവസങ്ങളിൽ. അങ്ങനെയാണ് ഞാൻ എഴുത്തിൻ്റെ മേഖലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ഒരു BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് താങ്കൾ. ആ BJPയുടെ രാഷ്ട്രീയത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയല്ല പറയുന്നത്. എൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. 50 കൊല്ലമായി ഞാൻ ആ ജനസംഘ കാലം മുതലേ ABVP ആയാലും അല്ലെങ്കിൽ മസൂർ സംഘമായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘമായാലും
ഇതിനോടെല്ലാം വിധേയത്വം കാണിച്ചുകൊണ്ടുള്ള അതിൻ്റെ ഒരു പ്രവർത്തകനാണ്. എൻ്റെ സിരകളിലൂടെ ഓടുന്ന രക്തധമനികളിൽ നോക്കൽ അതുണ്ട്, അതെടുത്തു മാറ്റാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് അത് നന്നായി വരട്ടെ, BJP കേരളത്തിൽ അധികാരത്തിൽ വരണം. ഉപരാഷ്ട്രപതിയുടെ രാജി ഒരുപാട് നാടകീയമായാണ് രാജി വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്തോ ഒരു നമ്മൾ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ സംഭവിക്കുന്നില്ല യഥാർത്ഥത്തിൽ. എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് വ്യക്തമല്ല. അദ്ദേഹത്തെ ഇപ്പോൾ അതുപോലുള്ളൊരു ഉന്നത പദവിയെക്കുറിച്ച് വ്യക്തമാകുന്നതിന് മുമ്പ് ഞാൻ ഊഹാപോഹം വെച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ മൗനിയാകാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അമൃത TV യുടെ കൂടെ ഇത്ര സമയം ചെലവഴിച്ചതിന് സന്തോഷം.